ഇനി പി വി അൻവർ എം എൽ എ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിനെക്കുറിച്ചുള്ള പ്രത്യേക സംഭാഷണമാണ്. ഈ സംഭാഷണത്തിനായി ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് ന്യൂസ് ഡെസ്കിൽ നിന്ന് കെ.സി. ഉണ്ണികൃഷ്ണനാണ്. അഭിഷേക് ബാനർജിയാണ് പി വി അൻവർ എം എൽ എക്ക് അംഗത്വം നൽകിയത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്കായിരിക്കും ഇനി മുതൽ പി വി അൻവർ എം എൽ എ അറിയപ്പെടുക. കൊൽക്കത്തയിലെ അഭിഷേക് ബാനർജിയുടെ ഓഫീസ് മുറിയിൽ വെച്ചാണ് പി വി അൻവർ എം എൽ എക്ക് അംഗത്വം നൽകിയത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക എക്സിൽ, അതായത് സാമൂഹ്യ മാധ്യമമായ എക്സിൽ അതേക്കുറിച്ചുള്ള അറിയിപ്പ് വരികയും ചെയ്തിരിക്കുന്നു. കെ.സി. ഉണ്ണികൃഷ്ണൻ, പി വി അൻവർ എം എൽ എയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നാണ്. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ ചോലനായിക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ പ്രക്ഷോഭത്തിന് ഒരുങ്ങണമെന്ന് UDF-ന് ആഹ്വാനം നൽകുകയുണ്ടായി പി വി അൻവർ എം എൽ എ. UDF-ന്റെ ഒപ്പം താൻ നിൽക്കുമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ജയിക്കാനുള്ള നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് കേരളത്തിൽ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷത്തിൽ മനുഷ്യരുടെ കൂടെ നിൽക്കുക, അതിന് സാമുദായിക പുരോഹിതന്മാരുടെയൊക്കെ പിന്തുണ സംഘടിപ്പിക്കുക, അങ്ങനെ ചെയ്താൽ UDF-ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താൻ കഴിയുമെന്നൊക്കെ പി വി അൻവർ എം എൽ എ പറയുകയുണ്ടായി. അതിനെ അനുകൂലിച്ചുകൊണ്ട് ആ വിഷയത്തെ ഞങ്ങൾ അനുകൂലിക്കുന്നു എന്നുള്ള രീതിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരും സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ പ്രതികരിച്ചപ്പോൾ ഇതാ UDF-ലേക്ക് ചേക്കേറാൻ പോകുന്നു പി വി അൻവർ എം എൽ എ ഒരിക്കൽ കൂടി എന്നുള്ള ഒരു ചിന്തയൊക്കെ പ്രബലമായി വന്നു. പക്ഷേ ഒറ്റ ദിവസത്തെ ആയുസേ ഉണ്ടായുള്ളൂ അതിന്. മാത്രമല്ല ആര്യാടൻ ഷൗക്കത്ത് അടക്കമുള്ള KPCC ജനറൽ സെക്രട്ടറിമാർ അതിനെ എതിർക്കുകയും ചെയ്തു. പിന്നീട് അതിന് ഒരു നീക്കുപോക്കൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഇതാ പി വി അൻവർ എം എൽ എ തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായി ചേർന്നിരിക്കുന്നു. അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇത് പി വി അൻവർ എം എൽ എക്ക് മറ്റൊരു മാർഗവുമില്ലാതെ പല പല പാർട്ടികളുടെ അംഗത്വത്തിന് വേണ്ടി അന്വേഷിച്ച് അലഞ്ഞു നടക്കുകയായിരുന്നു എന്നുള്ള പരിഹാസങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ടായിരുന്നു. ആ പരിഹാസങ്ങൾ ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണോ ഇത് ഇപ്പോൾ? MS എന്തായാലും ഒരു നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പി വി അൻവറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം MS പറഞ്ഞ പോലെ തന്നെ ഈ കോൺഗ്രസിനൊപ്പം ചേരുമെന്ന അഭ്യൂഹങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പി വി അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല എന്നൊരു സൂചനയും കൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും കൊൽക്കത്തയിലെ അഭിഷേക് ബാനർജി, അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അഭിഷേക് ബാനർജി. അദ്ദേഹം MP ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നാണ് പി വി അൻവർ അംഗത്വം നേടിയത് എന്നതാണ് അറിയാൻ കഴിയുന്നത്. അഭിഷേക് ബാനർജിയാണ് പി വി അൻവറിന് അംഗത്വം നൽകിയത്. ഈ അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ട്വിറ്റർ പേജും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. കൂടാതെ ജനക്ഷേമത്തിനായി ഒരുമിച്ച് പോരാടാമെന്നാണ് TMC വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പി വി അൻവറിന്റെ ഒരു രാഷ്ട്രീയ നീക്കം വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം DMK-യിൽ ചേരാനുള്ള ശ്രമങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു. ഈ CPM-ഉമായിട്ട് ഒരു ഭിന്നതയുണ്ടായി പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം ആദ്യം DMK-യുമായി ചേരാനുള്ള ശ്രമം നടന്നിരുന്നു. അതിനുശേഷം അത് ഫലം കണ്ടില്ല. പിന്നീട് അദ്ദേഹം DMK എന്ന പേരിൽ ഒരു പാർട്ടി രൂപീകരിക്കുകയുണ്ടായി. ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. അതിന് പിന്നാലെയാണ് ഈ മലപ്പുറത്തെ യുവാവിനെ കാട്ടാൻ ആക്രമിക്കുന്ന സംഭവം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ അദ്ദേഹം വലിയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. പിന്നാലെ ജയിലിൽ പോകുന്നു. ആ ജയിലിൽ പോകുന്ന ഘട്ടത്തിൽ വലിയ പിന്തുണ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന്, UDF നേതാക്കളുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് UDF നേതാക്കളുമായ ഒരു ചർച്ചയ്ക്ക് അൻവർ രംഗത്ത് വരുന്നത്. P.K. കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ആളുകളുമായി അദ്ദേഹം സംസാരിക്കുന്നു. അതിനിടയിൽ തിരുവനന്തപുരത്ത് പോയി നേതാക്കളെ കാണാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നിരുന്നില്ല. അതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായൊരു സമീപനമില്ല എന്ന് കണ്ടതുകൊണ്ടാകാം ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചുകൊണ്ടാകാം മിക്കവാറും വളരെ വേഗത്തിൽ തന്നെ ഇങ്ങനെ തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേരാവുന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി തന്നെയാണ്. അവർ ബംഗാളിൽ വലിയ ശക്തിയുള്ള ഒരു പാർട്ടിയാണ്. അവിടെ വളരെ ഭൂരിപക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി. അവിടെ എല്ലാവരെയും, അതായത് ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെ അടക്കം മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ പാർട്ടിയിൽ പി വി അൻവർ അംഗത്വം നേടിയിരിക്കുന്നു. എന്തായാലും കേരളത്തിലും ആ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കുക, കേരളത്തിലെ പാർട്ടിയുടെ ഘടകമായി പ്രവർത്തിക്കുക എന്നത് തന്നെയാണ് പി വി അൻവർ ലക്ഷ്യം കണ്ടിട്ടുണ്ടാകുക. എന്തായാലും ആ രീതിയിലുള്ള ഒരു സമീപനമാണ്, അല്ലെങ്കിൽ ഒരു സമീപനമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതെന്നതാണ് എടുത്തു പറഞ്ഞ കാര്യം. എന്തായാലും പി വി അൻവറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ, തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു കേരളത്തിലെ പ്രവർത്തനം കുറച്ചുകൂടെ വിപുലമാക്കാനുള്ള ഒരു നീക്കം കൂടി ഉണ്ടാകും എന്നതും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അപ്രതീക്ഷിതമായ ഒരു നീക്കം തന്നെയാണ് ഉണ്ടായതെന്നതാണ് നമുക്ക്
കാണാൻ കഴിയുന്നത് കൊൽക്കത്തയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജിയുടെ ഓഫീസിൽ വെച്ചാണ് അംഗത്വം നേടിയത്. ഈ അംഗത്വം നേടിയതിന്റെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ആദ്യ പ്രതികരണം വന്നു. ജനക്ഷേമത്തിനായി ഒരുമിച്ച് പോരാടാമെന്നാണ് ആ പ്രതികരണത്തിൽ പറയുന്നത്. എന്തായാലും PV അൻവർ ഇനി തൃണമൂൽ കോൺഗ്രസ് ചേർന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവായി തന്നെയാണ് PV അൻവർ ഇനി അറിയപ്പെടുക. MS KC ഉണ്ണികൃഷ്ണൻ, കേട്ട പാതി കേൾക്കാത്ത പാതി ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ പലതരത്തിലുള്ള വിചാരങ്ങളും ഒക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇനി ഉടനീളം PV അൻവറിനെ പരിഹസിച്ചുകൊണ്ടുള്ള കമൻറ്റുകളും ചിത്രങ്ങളും ഒക്കെ വന്നു എന്ന് വന്നേക്കാം. എത്രയോ പാർട്ടികളുടെ മുൻപിൽ പോയി തൻ്റെ അംഗത്വത്തിന് വേണ്ടി ശ്രമിച്ചു. ധീരനായ ഒരു വ്യക്തിയെപ്പോലെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോഴും പാർട്ടികളിൽ അംഗത്വത്തിന് വേണ്ടി പിൻവാതിലൂടെ ശ്രമിക്കുകയായിരുന്നു എന്നൊക്കെയുള്ള പരിഹാസങ്ങൾ ഒരു പക്ഷേ വന്നു എന്ന് വന്നേക്കാം. അവസാനം തൃണമൂൽ കോൺഗ്രസിൽ അഭയം തേടിയിരിക്കുന്നു. ഒരു ഗതികിട്ട രാഷ്ട്രീയ അനാഥ പ്രേതമായിട്ട് PV അൻവർ മാറിയോ എന്നൊക്കെയുള്ള പരിഹാസങ്ങൾ ഒരു പക്ഷേ ഇനിയുള്ള നിമിഷങ്ങളിൽ വന്നു എന്ന് വന്നേക്കാം. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് KC ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രബലമായ ഒരു പാർട്ടിയാണ്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പാർട്ടിയാണ്. മമതാ ബാനർജിയിലൂടെ വലിയ തലയെടുപ്പുള്ള പാർട്ടിയാണ്. BJPക്കെതിരെയും CPIഎമ്മിനെതിരെയും ഒരേപോലെ യുദ്ധം ചെയ്തുകൊണ്ട് തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ അത് ബംഗാളിലാണ്. കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന് എന്ത് സാധ്യത എന്നുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. കേരളത്തിലെ ചില നേതാക്കളെങ്കിലും ആം ആദ്മി പാർട്ടിയോടൊപ്പം നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജയലളിത അവിടെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തമിഴ്നാട്ടിൽ അവരുടെ പാർട്ടിക്കൊപ്പം നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം പാഴായി പോയി എന്നുള്ള കാര്യവും നമ്മുടെ മുന്നിൽ ഒരു ചരിത്രമായിട്ട് നിൽക്കുന്നു. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സേഫ് സോണിലാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ. അതിൽ നിന്ന് ഏത് നിമിഷവും വലിയ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളൊന്നുമില്ലാതെ കോൺഗ്രസിലേക്ക് അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ UDFിലേക്ക് അവസരം കിട്ടിയാൽ എത്താൻ കഴിയുന്ന ഒരു സേഫ് സോണാണ് PV അൻവർ ഇപ്പോൾ പോയിരിക്കുന്നത് എന്നാണ് എനിക്ക് അതേക്കുറിച്ച് പറയാൻ തോന്നുന്നത്. KC ഉണ്ണികൃഷ്ണൻ എന്ത് തോന്നുന്നു? MS തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഒരു കേരള ഘടകമായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും അതിൽ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള നീക്കങ്ങളെല്ലാം തന്നെ PV അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. എന്തായാലും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പിന്തുണ എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനമായ ഒരു കാര്യം തന്നെയാണ്. അത് പ്രധാനപ്പെട്ട ഒരു ദേശീയ പാർട്ടിയുടെ ഒരു പിന്തുണ എന്ന് പറയുമ്പോൾ അത് വളരെ വലുതായി തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും PV അൻവറെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ രീതിയിൽ തന്നെ വാർത്ത പ്രാധാന്യം നേടിയ ഒരു വ്യക്തി തന്നെയാണ്. അതോടൊപ്പം തന്നെ നിരവധി പ്രതിഷേധങ്ങളിലടക്കം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. നിരവധി വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും ആ രീതിയിലെല്ലാം തന്നെ നോക്കുമ്പോൾ PV അൻവറെ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് കാണുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായി തന്നെയാകാം അദ്ദേഹത്തെ കാണുന്നത്. ഇതെല്ലാം അദ്ദേഹത്തിനെ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഒപ്പം ചേർക്കുന്നതിൽ നിർണായകമായതായി നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ PV അൻവറിന്റെ നീക്കം വളരെ നിർണായകമായ നീക്കം അദ്ദേഹത്തിന്റെ ഈ ഒരു സമയത്ത്, അതായത് നിലവിലെ സാഹചര്യത്തിൽ വളരെ നിർണായകമായ നീക്കം തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്നിരുന്ന ആളാണ്. അദ്ദേഹത്തിന് വലിയൊരു ദേശീയ പാർട്ടിയുടെ ഒരു പിന്തുണ ഏറ്റവും അനിവാര്യമായി തന്നെ PV അൻവർ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ കേരളത്തിൽ വലിയ സജീവമായി ഇല്ല എന്നതാണ് ഈ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായാലും കേരളത്തിലെ ആ പാർട്ടിയുടെ പ്രവർത്തനം വിപുലമാക്കുന്നതിലെല്ലാം തന്നെ PV അൻവറിന്റെ ഒരു പങ്ക് ഇതെല്ലാം തന്നെ ഇനി നമുക്ക് കാണേണ്ടതുണ്ട്. എന്തായാലും ഈ ഒറ്റയ്ക്ക് നിൽക്കുക എന്നതിന് അപ്പുറത്തേക്ക് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഭാഗമായി തന്നെ PV അൻവർ മാറി എന്നതാണ് എടുത്തു പറയുന്ന കാര്യം. ഒരു ദേശീയ പാർട്ടിയുടെ ഭാഗമായി തന്നെ മാറി എന്നതും കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട്. ആ രീതിയിൽ എന്താണ് ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ഈ തുടർ സമരപ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളെല്ലാം തന്നെ ചർച്ചയാകും. അതെല്ലാം തന്നെ വളരെ നിർണായകമാകും. എന്തായാലും നേരത്തെ ഈ കോൺഗ്രസുമായി ചേർന്നുകൊണ്ടുള്ള ആ നീക്കങ്ങളെല്ലാം തന്നെ ഫലം കാണാതെ വന്നതുകൊണ്ടാകാം ഒരു പക്ഷേ അദ്ദേഹം ഈ രീതിയിലുള്ള ഒരു നീക്കം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ PV അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട പാർട്ടി ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി തന്നെയാണ്. വളരെ ശക്തിയുള്ള ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്ത് വളരെ ശക്തിയുള്ള ഒരു പാർട്ടിയായി തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് അറിയപ്പെടുന്നത്. മമതാ ബാനർജി ഏറ്റവും വളരെ സ്ട്രോങ് ആയി തന്നെയുള്ള ഒരു നേതാവ് തന്നെയാണ് ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ഉള്ളത്. എന്തായാലും അത് ബംഗാളാണ്. MS പറഞ്ഞ പോലെ അത് ബംഗാളാണ്, ഇത് കേരളമാണ്. എന്തായാലും എങ്ങനെയാകാം ഈ പാർട്ടിയുമായി ചേർന്നുള്ള പ്രവർത്തനം എന്നതെല്ലാം തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയേണ്ടതുണ്ട്. എന്തായാലും തൃണമൂൽ കോൺഗ്രസിലേക്കാണ് PV അൻവർ പോയിരിക്കുന്നത്. കൊൽക്കത്തയിൽ അഭിഷേക് ബാനർജി, തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് അഭിഷേക് ബാനർജിയിൽ നിന്നാണ് PV അൻവർ അംഗത്വം നേടിയത്.